ഭാരതം, അഭിമാനം കൊണ്ട് മനസ്സിനെ ഇളക്കുന്ന നാമം. സാക്ഷര കേരളം മുതൽ കാശ്മീരിന്റെ വസന്തങ്ങൾ വരെയും ഹിമാലയവും ഗുജറാത്തുമൊക്കെ കൈപിടിച്ച് അതിരുകൾ വരയ്ക്കുന്ന സുന്ദര ഭാരതം. ഈ ഏകത്വ ബോധത്തിൽ നിന്നും ഭാരതാംബയുടെ ആത്മാവ് ഉറങ്ങിക്കിടക്കുന്ന ഗ്രാമങ്ങളിലേക്ക് ഒരു നേർക്കാഴ്ച. अकेली राधा पनिया गई, मुरली वारे ने अकेली राधा पनिया गई, मुरली वाले ने घेरे. ഇവൻ ദേമ, ഉത്തരഭാരതത്തിലെ നിരക്ഷര ലക്ഷങ്ങളിലൊരാൾ. സ്കൂൾ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയിട്ടില്ലാത്തതിനാൽ ജീവസന്ധാരണത്തിനായി നാൽക്കാലി മേയ്ക്കുന്നതിലേർപ്പെട്ടിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത നഗരസന്തതി. ഇത് നഗരത്തിന്റെ ചിത്രം. ബാരാസേൽ ഗ്രാമത്തിലെ ഏക സ്കൂളാണിത്. ഈ ഗവൺമെന്റ് സ്കൂളിലെ ചെറിയ 3 മുറിക്കുള്ളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകൾ നടത്തുന്നു. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അരങ്ങ് തകർക്കുന്ന 21-ാം നൂറ്റാണ്ടിലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇരിക്കുവാൻ ബെഞ്ചില്ലാത്ത, വച്ചെഴുതാൻ ഡെസ്കില്ലാത്ത, ലാബ് സ്ലേറ്റും ലാബ് നോട്ട്ബുക്കും കൈമുതലായ നാളത്തെ പൗരന്മാർ. ആർക്കും വേണ്ടാത്ത വിദ്യാഭ്യാസം. പ്രധാന പട്ടണങ്ങളിലും ഉൾനാടൻ ഗ്രാമങ്ങളിലും വിദ്യാഭ്യാസം ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നു. ഇനി സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ വഴി വേണ്ടേ? ഇന്നും കാളവണ്ടിയെ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് 25 കിലോമീറ്റർ ഉള്ളിൽ നിന്നും പുറത്തെ സ്കൂളിൽ പോയി പഠിക്കുന്നത് ഒരു സ്വപ്നം തന്നെയാണ്. ഇപ്പോൾ ചില ജീപ്പുകളും ട്രാക്ടറുകളും ഈ വഴി സർവീസ് നടത്തുന്നുണ്ടെങ്കിലും പട്ടണയാത്ര ക്ലേശകരം തന്നെ. ഇപ്രകാരം വിദ്യാഭ്യാസമെന്ന പോഷകാഹാരം ലഭിക്കാതെ ആയിരക്കണക്കിന് ബാല്യങ്ങൾ ഉൾഗ്രാമങ്ങളിൽ നിരക്ഷരതയെന്ന മാരക രോഗത്തിനടിമകളാകുന്നു. ഈ ഗ്രാമങ്ങളിലൂടെ ഉത്തരേന്ത്യൻ ജീവിതങ്ങളുടെ ഒരു പൊതുചിത്രം ഇവിടെ തെളിയുന്നു. അപരിഷ്കൃതമെങ്കിലും ഓരോ ഗ്രാമങ്ങൾക്കും തനത് ജീവിത രീതികളുണ്ട്. ഗ്രാമത്തലവനും അധികാരികളുമുണ്ട്. मेरे ग्राम में ग्राम पंचायत बड़ंग चीकली है
हमारे ग्राम में स्व सहायता समूह चल रहा है। इस समूह के द्वारा ग्राम की महिलाओं को डिलीवरी के संबंध में समूह के द्वारा ये जानकारी मिलती है। हमारा समूह से हमारे ग्राम की महिलाओं को काफ़ी अच्छा फ़ायदा हो रहा है और ये हमारी पंचायत के लिए बहुत अच्छा कार्य कर रही हैं। അപരിചിതർക്ക് ഗ്രാമത്തിൽ പ്രവേശിച്ച് എന്തും കാട്ടിക്കൂട്ടാമെന്നത് വ്യാമോഹം മാത്രം. ഈ ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു മലയാളി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നറിവ് അത്ഭുതാവഹമാണ്. പരിഷ്കൃത സമൂഹത്തിൽ നിന്നും വ്യത്യസ്ത ജീവിതരീതി പുലർത്തുന്ന ഈ ദേശക്കാർക്കിടയിലും ചിലരെത്തിച്ചേർന്നു. അഭയനികേതനിൽ നിന്നും. മധ്യപ്രദേശിൽ ഇറ്റാർസി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 25 കിലോമീറ്റർ അകലെ സത്പുര മലനിരകൾക്കിടയിലെ മനോഹര ഗ്രാമം മക്കോഡിയ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സർവപ്രതാപങ്ങളും പേറി സായിപ്പുമാർ താമസിച്ചിരുന്ന ബാവൻ ദർവാസ വാലി ബംഗ്ലാവായിരുന്നു മക്കോഡിയയുടെ ശ്രദ്ധാകേന്ദ്രം. വേട്ടക്കാരായിരുന്ന ടോരി സായിപ്പിന്റെയും എഡിസൺ സായിപ്പിന്റെയും വെടിയൊച്ചകളുടെ മുഴക്കം ഇന്നും ദേശവാസികളായ കാരണവന്മാരുടെ കഥകളിലുണ്ട്. ബാവൻ ദർവാസ വാലി ബംഗ്ലാവ് ഇന്ന് ശാന്തമാണ്. ബ്രിട്ടീഷുകാർക്ക് ശേഷം ഫ്രണ്ട്സ് മിഷണറിമാരുടെ കൈകളിലൂടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കത്ത ഭദ്രാസനത്തിന് കീഴിലുള്ള ഭിലായ് മിഷന്റെ ഒരു കൈവഴി. ലോകാരോഗ്യ സംഘടനകൾ ഈ അപരിഷ്കൃത പ്രദേശങ്ങളെ സന്ദേഹത്തോടുകൂടി വീക്ഷിക്കുമ്പോൾ ധൈര്യത്തിന്റെ മൃദുസ്മേരവുമായി അഭയനികേതൻ പ്രവർത്തകർ. അഭയനികേതൻ ആദ്യമായി കടന്നു ചെന്നത് ഗ്രാമീണരുടെ ജീവിതക്രമങ്ങളിലേക്കായിരുന്നു. ग्राम में रहते हैं और ये बंगला पहले टीके प्रसाद सर का था। उन्होंने हमको पढ़ाया था और यहाँ आए थे तो हम उनसे मिलते थे और अच्छा लगता था बंगले में। लेकिन एक समय ऐसी बात सुनने में आई कि ये बंगला बिकने वाला है, तो हम लोग इस बात के लिए बहुत प्रार्थना करते रहे कि अगर ये बंगला बिके तो किसी गैर के हाथ में नहीं जाए और अपने लोगों के हाथ में आए तो बहुत अच्छी बात है। और सचमुच में ईश्वर ने हमारी दुआ को सुना। और एक समय एक फादर बहुत पुराने थे, नाम तो नहीं मालूम, लेकिन गांव में आए साइकिल से और चर्च में उन्होंने प्रार्थना रखी और हम लोग दोनों मिस्टर मिसिस उनसे मिले और हमको इतनी खुशी लगी कि सचमुच में ईश्वर ने हमारी दुआ को सुना और ये बंगला फादर लोग ले रहे हैं। तो हम बहुत खुश हैं और सचमुच में जब से फादर लोगों ने ये बंगला लिया तो गांव में बहुत अच्छी बात हुई कि ये बंगला फादर लोगों के पास आया और फिर वैसे धीरे धीरे आप लोगों के काम भी बढ़ते गए और गांव को बहुत सी सुविधा मिलती है. ഗ്രാമീണർ, ഇന്ത്യയുടെ ആത്മാവിനെ താരാട്ടുപാടി ഉറക്കുന്നവർ. കൂലിപ്പണിയിൽ അധിഷ്ഠിതമായ കാർഷിക ജീവിതം. സോയാബീൻ, ഗോതമ്പ്, കടല, ചോളം ഇവയാണ് മറ്റു കാർഷിക വിഭവങ്ങൾ. പട്ടണങ്ങളിൽ യന്ത്രവൽക്കരണം തൊഴിലിനെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമങ്ങളിൽ മനുഷ്യയന്ത്രങ്ങൾ തന്നെ പണിയെടുക്കുന്നു. ഗ്രാമങ്ങളിൽ കുടുംബ സംവിധാനം സജീവമാണ്. ഒരു വീട്ടിൽ തന്നെ കുടുംബാംഗങ്ങളും ആടുമാടുകളും പക്ഷിവർഗങ്ങളും ഒന്നിച്ചു താമസിക്കുന്നു. പുരുഷൻ ഗൃഹനായകൻ. സ്ത്രീക്ക് പരിമിതികളേറെ. ഒരു അപരിചിതന്റെ മുഖത്തേക്ക് നേരെ നോക്കാറില്ല. പുരുഷനും സ്ത്രീകളും കുട്ടികളും ഒരുപോലെ അധ്വാനവും ആഹാരവും പങ്കിടുന്നു. പക്ഷേ രോഗങ്ങളെക്കുറിച്ചോ പോഷകാഹാരങ്ങളെക്കുറിച്ചോ വേണ്ടത്ര അവബോധമില്ലാതെ ഗർഭിണികളും അമ്മമാരും കുഞ്ഞുങ്ങളും ഈർപ്പമുറ്റി നിൽക്കുന്ന പുൽക്കുടിലുകളിൽ അതിജീവനത്തിന്റെ പാഠങ്ങൾ പഠിക്കുന്നു. ദായി എന്ന് വിളിക്കപ്പെടുന്ന രക്തം കണ്ടാൽ ഭയക്കാത്ത നാടൻ പതിച്ചിമാരാണ് പ്രസവ സമയത്തെ കൺകണ്ട ദൈവങ്ങൾ. पहले जे कुछ भी हंसिए से चाकू से नाल काट दिया जाता था, अब नई ब्लेड से नाल काटा जाता है और नाल को उबले हुए धागे से बांधा जाता है
नाल पे पहले खोर या कुछ तेल में लगा देते थे, अब कुछ भी नहीं लगाते, वैसे ही खिल जाता है. ഭിലായ് മിഷനും പ്രവർത്തകരും ഇവിടെ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രചാരകരാകുന്നു. മനുഷ്യക്കോലങ്ങൾക്ക് പിറന്നു വീഴാൻ ആരം പുല്ലുകൾക്ക് പകരം ദായി കിറ്റുകൾ നൽകുന്നു. അമ്മമാർക്കും 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും പ്രത്യേകം ഊന്നൽ കൊടുത്ത് വിറ്റാമിൻ ഗുളികകളും ഇഞ്ചക്ഷനും പോഷകാഹാരങ്ങളും പ്രതിരോധ കുത്തിവയ്പ്പുകളും നൽകി വരുന്നു. വിദ്യാഭ്യാസമെന്ന ബാലികേറ മലയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. സർക്കാരിൻ്റെ നൂതന വിദ്യാഭ്യാസ പദ്ധതികൾ ഈ ഗ്രാമങ്ങളിലെത്തണമെങ്കിൽ മനുഷ്യവിഭവങ്ങളാകുന്ന പാതകളും ഇച്ഛാശക്തിയെന്ന വാഹനവും അനിവാര്യം. ഇവിടെയും ഭിലായ് മിഷൻ ബാലവാടികളും അംഗൻവാടികളും നടത്തിക്കൊണ്ടുപോകുന്നു. ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും സജീവമാകുന്നതിന് മുൻപ് തന്നെ സ്വയം സഹായ സംഘങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ ഈ സൊസൈറ്റിക്ക് കഴിയുന്നു. നിരക്ഷരരായ ഗോത്ര ശിശുക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന ഈ പ്രവർത്തനം ഇപ്പോൾ 150ഓളം ഗ്രാമങ്ങളിൽ എത്തി നിൽക്കുന്നു. ഇത് സമത് പിപ്പരിയ ഗ്രാമം. 1997 ഭൂകമ്പത്തെ തുടർന്ന് പൂർണ്ണമായും തകർന്നടിഞ്ഞ ബർമൻ പട്ടേൽ വിഭാഗക്കാരുടെ വാസസ്ഥലം. നർമ്മദാ നദി വഴി 3 കിലോമീറ്ററിനുള്ളിൽ നഗരത്തിലെത്താമെങ്കിലും ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ സർക്കാരും സന്നദ്ധ സംഘടനകളും ഈ ഭൂകമ്പ ഭൂമിയെ കൈയൊഴിഞ്ഞു. നാം റോഡ് എന്ന് വിളിക്കുന്ന വഴിയിലൂടെ ഇവിടെ എത്താൻ 25 കിലോമീറ്റർ അധിക യാത്ര ചെയ്യണം. നഗരങ്ങൾക്ക് പ്രകാശത്തിൽ മുഴുകുവാനുള്ള വൈദ്യുതി ടവറുകൾ ഇതുവഴി കടന്നു പോകുന്നു എന്നത് മാത്രമാണ് ഇരുളടഞ്ഞ ഈ ഗ്രാമവും നഗരവും തമ്മിലുള്ള ബന്ധം. അപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ ജബൽപൂർ ജില്ലാ കളക്ടറുടെ മുമ്പിൽ പ്രവാസികളുടെ ഇടയൻ. യഥാർത്ഥ മാധവസേവ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് ഈ ഗ്രാമങ്ങളിലെ മനുഷ്യരെ സേവിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർ കൈപിടിച്ചേൽപ്പിച്ച ഗ്രാമം.
മാനവസേവ യഥാർത്ഥ മാധവസേവയായി കണ്ട ഭിലായ് മിഷൻ പ്രവർത്തകർ ഈ ഗ്രാമം ഏറ്റെടുത്തു. 62 വീടുകൾ, കുഴൽക്കിണർ, കമ്മ്യൂണിറ്റി ഹാൾ, തയ്യൽ പരിശീലന കേന്ദ്രം, ബാലവാടി, സേവനപാതകൾ ഏറെ. അത്ഭുതപ്പെടേണ്ട, 16 വയസ്സുവരെയുള്ളവർ ഈ ബാലവാടിയിൽ പഠിക്കുന്നുണ്ട്. അക്ഷരം കണ്ടാൽ അമ്പരക്കുന്ന മനുഷ്യരുടെ ലോകം. ഇതും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗം. ദുഃഖം ഘനീഭവിച്ചിരുന്ന ആ പഴയ ഗ്രാമത്തിന്റെ ഇപ്പോഴത്തെ സന്തോഷത്തിന് പിറകിൽ മാർ തേവോദോസിയോസിന്റെ കനിവും ദയാവായ്പുമുണ്ട്. ശുചിത്വബോധമോ പ്രാഥമിക ആരോഗ്യ ചിന്തകളോ ഇല്ലാത്ത ഒരു സമൂഹമാണ് ഗ്രാമീണർ. ഒരു വീട്ടിലും സ്വന്തമായി കിണറോ കക്കൂസോ ഇല്ല. വെള്ളത്തിനായി പൊതു കിണറുകളോ കുളങ്ങളോ ആണ് ആശ്രയം. ഗ്രാമീണരുടെ സഹകരണത്തോടെ ഭിലായ് മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. കിണറുകൾ കുഴിക്കുകയും ശുചിയായി സൂക്ഷിക്കുകയും ചെയ്യുവാനുള്ള ബോധവൽക്കരണം, കക്കൂസുകൾ, ഓടകൾ, കലുങ്കുകൾ, റോഡുകൾ എന്നിവയുടെ നിർമ്മിതി, ഇവർ പ്രവർത്തനങ്ങളിൽ ബഹുദൂരം മുന്നിലാണ്. രോഗാതുരമായ ശരീരവും പേറി ചികിത്സയില്ലാതെ നരകിക്കുന്ന ഗ്രാമീണരുടെ മനസ്സിൽ ആരോഗ്യജാലകത്തിലൂടെ സുഖം പകരുന്ന പ്രകാശമാണ് അഭയനികേതൻ ആസ്പതാൽ. അഭയനികേതൻ പ്രവർത്തിക്കുന്ന മക്കോഡിയ എന്ന ഈ ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൂരേക്ക് നോക്കാം. ആ കാണുന്ന മലനിരകൾ, അതായത് 50-100 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഇരുണ്ട ആദിവാസി ഗ്രാമങ്ങൾ. മനുഷ്യരെ കണ്ടാൽ ഓടിയൊളിക്കുന്ന ജനങ്ങൾ, ആദിവാസി വർഗങ്ങളായ ഗോണ്ടു, കോർക്കു, ചമാർ മുതലായവർ. യാത്ര സാഹസികവും കൂടിക്കാഴ്ച അതിസാഹസികവും. അപരിചിതരെ അയലത്തടുപ്പിക്കാത്ത ഇവരുമായി സൗഹൃദം പങ്കുവയ്ക്കാനും മറ്റ് വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുവാനും ഭിലായ് മിഷന് സാധിക്കുന്നുണ്ട്. അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇത് നേരായ പ്രവർത്തനത്തിന്റെ ഒരു സാക്ഷ്യം മാത്രം. ആരോഗ്യ പരിപാലനവും സ്വയം സഹായ സംഘങ്ങൾ വഴിയുള്ള സാമ്പത്തിക ഭദ്രതയും മനുഷ്യാവകാശങ്ങളും ഗ്രാമീണരെ അഭ്യസിപ്പിച്ചുകൊണ്ടുള്ള ഭിലായ് മിഷൻ എന്ന ഈ ഗ്രാമീണ മിഷൻ ഒരു മാതൃകാ സാമൂഹിക സംഘമാവുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുവാൻ തക്കവണ്ണമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ദക്ഷിണേന്ത്യയുമായി തുലനം ചെയ്യുമ്പോൾ ഉത്തരേന്ത്യ അവിശ്വസനീയവണ്ണം പിന്നോക്കമാണ്. ഇടംകൈയും വലംകൈയും അറിയാത്ത, സ്കൂളിൻ്റെ നാമം പോലും കേട്ടിട്ടില്ലാത്ത, ആശുപത്രികൾ കണ്ടിട്ടില്ലാത്ത, ഒരു രൂപ പോലും സമ്പാദ്യമില്ലാത്ത ഈ ജനങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പ്രേരിതമായി ഞങ്ങൾ ചെയ്യുന്നത് ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കത്ത ഭദ്രാസനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭിലായ് മിഷൻ ഭാരതത്തിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാകുന്നു എന്ന ഗാന്ധിജിയുടെ ചിന്താഗതി ജീവിതത്തിലേക്ക് പകർത്തി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗ്രാമീണരുടെ ഉദ്ധാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന അഭിമന്യ സ്തേഫാനോസ് മാർ തേവദോസിയോസ് മെത്രാപ്പോലിത്ത തിരുമനസിൻ്റെ മിഷൻ പ്രവർത്തന മാതൃക മലങ്കര സഭയ്ക്കാകമാനം അഭിമാനിക്കുവാൻ തക്കവണ്ണം സാധ്യമാണ്. 150ഓളം ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നതും മക്കോഡിയയിൽ തുടക്കം കുറിച്ചതുമായ ഈ സംരംഭം ഭോപ്പാൽ, നാഗ്പൂർ, ഭിലായ്, റായ്പൂർ, ഭിലാസ്പൂർ, സാരണി, ജബൽപൂർ, ബസ്തർ, ഇറ്റാർസി, ജഗദൽപൂർ, കൽക്കട്ട, സമത് പിപ്പരിയ തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ ഗ്രാമങ്ങളിലേക്ക് പുതിയ ജീവിത സന്ദേശവുമായി എത്തിക്കഴിഞ്ഞു. ചില നവീന സംഘങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ പരിപാടി തയ്യാറാക്കി സ്ഥലങ്ങൾ സന്ദർശിച്ച് പെട്ടെന്ന് സ്ഥലം വിടുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ചുവടുറപ്പിച്ചുകൊണ്ട്
ഗ്രാമീണരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി വളരുകയും വളർത്തുകയും ചെയ്യുന്ന ശൈലി. സാഹോദര്യ സ്നേഹത്തിലൂടെ ദൈവസ്നേഹത്തിലേക്ക്. മറ്റു ഭദ്രാസനങ്ങളെ അപേക്ഷിച്ച് ഈ കേന്ദ്രത്തിനുള്ള പ്രത്യേകത, ഇത് ആശ്രമവും ഭദ്രാസന കേന്ദ്രവും ഒരു മിഷൻ സെൻ്ററുമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ ഭദ്രാസനം ഒരു മിഷൻ ഓറിയൻറ്റഡ് ഭദ്രാസനമാണ്. ദിനചര്യ എന്നത് ഈ ചാപ്പലിലെ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രവർത്തന ആരംഭിക്കുകയാണ്. ആ പ്രവർത്തനം വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബാലവാടികൾ, മറ്റുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെയും ഈ പ്രവർത്തനങ്ങളുടെയൊക്കെയും ചുക്കാൻ പിടിച്ചുകൊണ്ട് ഗ്രാമീണ മിഷന് ജന്മം നൽകിയത് കോട്ടയം ജില്ലയിലെ പാത്താമുട്ടത്ത് നിന്നും ഉത്തരേന്ത്യയിലേക്ക് പുറപ്പെട്ട ഒരു യോഗി വര്യൻ. ബാഹ്യ കേരള മിഷനെക്കുറിച്ചുള്ള ആശങ്കകളും വേദനകളും മനസ്സിൽ നിറച്ച് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ഗ്രാമീണ മിഷന് തുടക്കം കുറിച്ച അഭിവന്യ സ്തേഫാനോസ് തിരുമേനി. ബാഹ്യ കേരള ഭദ്രാസനത്തിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സഭാവർത്ത പ്രവർത്തനങ്ങൾക്ക് എൻ്റെ മാർഗദർശി അഭിനന്ദനായ ഡോക്ടർ സ്തേഫാനോസ് മാർ തേവദിയോസ് മെത്രാപ്പൊലീത്ത ആയിരുന്നു. 1966 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ്റെ ഒരു സ്കോളർഷിപ്പോടുകൂടി ബറോഡയിൽ പഠിക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ആകെ കൂടി ഉണ്ടായിരുന്നത് 4 സ്ഥലങ്ങളുള്ള ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു. ബറോഡ, അഹമ്മദാബാദ്, ജാംനഗർ, ഗാന്ധിധാം എന്നീ സ്ഥലങ്ങളിൽ. പക്ഷേ ഇവിടെയൊന്നും സ്വന്തമായിട്ടുള്ള ദേവാലയങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. ഈ ആരാധനാ കേന്ദ്രങ്ങളൊക്കെയും സ്ഥാപിച്ചതും ആളുകളെ ഏകോപിപ്പിച്ച് ഇടവുകൾ രൂപീകരിച്ചതും അഭിനന്ദനായ സ്തേഫാനോസ് തിരുമേനിയായിരുന്നു. അന്ന് അദ്ദേഹം ഒരു വൈദികൻ, ഫാദർ കെ പുന്നൂസ്. 1923 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ പിറന്നു വീണ ഈ വന്യപിതാവിൻ്റെ ബാല്യകാല ജീവിതം തികച്ചും ആത്മീയമായ അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു. പാത്താമുട്ടം സ്ലീബ പള്ളിയിലെ മണിനാഥം കുരിശുവര പഠിപ്പിച്ച ആ ബാലന്റെ ആത്മീയ പാഠങ്ങളും അവിടെ നിന്ന് തന്നെയായിരുന്നു. ഗുരു ആത്മനിക്ഷേപങ്ങളുടെ ആചാര്യനായിരുന്ന വന്യ MC കുര്യാക്കോസ് റമ്പാച്ചൻ. പാത്താമുട്ടം ഗവൺമെന്റ് LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് പഴഞ്ചിറ MDUP സ്കൂളിലേക്ക്. 1946 ഏപ്രിൽ 25 മലങ്കര സഭയുടെ പണ്ഡിത കേസരി എന്നറിയപ്പെട്ടിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ പുന്നൂസിനെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ പടിയിലേക്ക് വിളിച്ചടുപ്പിച്ചു. മലങ്കര സഭയുടെ ഔദ്യോഗിക മാസികയായി കോട്ടയത്ത് നിന്നും പ്രസിദ്ധീകരിക്കുന്ന മലങ്കര സഭാ മാസികയിലെ മൂക്കഞ്ചേരിൽ പത്രോസ് റമ്പാന്റെ ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. ആദ്യം ജബൽപൂരിലേക്ക്. ജബൽപൂർ ഇന്ത്യയുടെ ആയുധപ്പുരയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഓർഡിനൻസ് ഫാക്ടറിയും പ്രകൃതിസുന്ദരമായ ബേഡാഗഡ് വെള്ളച്ചാട്ടവുമൊക്കെ ചരിത്രം തീർക്കുന്ന പ്രൗഢനഗരം. സ്വന്തമെന്ന് പറയാൻ സഭയ്ക്കോ സമ്പാദ്യമെന്ന് പറയാൻ തനിക്കോ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിലായിരുന്നു ഈ യാത്ര. ജബൽപൂർ പട്ടാളപ്പള്ളി പ്രതിരോധ വകുപ്പിന് തിരികെ നൽകാനൊരുങ്ങുന്നു എന്ന്
അദ്ദേഹം കേട്ടറിഞ്ഞു. ജബൽപൂരിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഗാരിസൺസ് ചർച്ച്. ഒരേ സമയം 2000 പട്ടാളക്കാർ വന്നുകൂടി പ്രാർത്ഥിച്ചിരുന്ന പള്ളി. ബയണറ്റുകൾ തൂക്കിയിടുവാൻ പ്രത്യേക സംവിധാനങ്ങൾ ഉൾപ്പെടെ ബ്രിട്ടീഷ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പെരുമയും ആംഗ്ലിക്കൻ സഭയുടെ പാരമ്പര്യവും വിളിച്ചോതുന്ന നിർമ്മാണകല. ഇതായിരുന്നു ആദ്യത്തെ കോൺഗ്രിഗേഷൻ. ചിതറിപ്പാർക്കുന്ന വിശ്വാസികളെ ഏകോപിപ്പിച്ച് കോൺഗ്രിഗേഷനുകളിലൂടെ ഇടവക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. കഠിന വരൾച്ചയും അതിശൈത്യവും നിറഞ്ഞ കാലാവസ്ഥയെ പിന്നിലാക്കി അദ്ദേഹം സഭയുടെ ഭിത്തികളെ പണിതുറപ്പിച്ചു. മലങ്കര സഭയുടെ ഉത്തരഭാരത മിഷന് ഒരു പുതിയ മാനം നൽകിക്കൊണ്ട് 1972 ഒക്ടോബറിൽ അദ്ദേഹം ഭിലായ് മിഷന്റെ ചുമതല ഏറ്റെടുത്തു. ഒന്നുമില്ലായ്മയിൽ നിന്നൊരു തുടക്കം. ഉത്തരഭാരതത്തിൽ ഉദിച്ചുയരുന്ന ഈ ജ്യോതിസിനെ മനസ്സിലാക്കിയ മലങ്കര മക്കളുടെ കൂട്ടായ്മയായ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ 1974 ഒക്ടോബർ 2 അദ്ദേഹത്തെ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. 1975 ഫെബ്രുവരി 16 മേൽപ്പെട്ട വാഴ്ചയ്ക്കായി നിരണം വലിയ പള്ളിയിൽ തടിച്ചുകൂടിയ ജനാവലി ഓക്സിയോസ് അഥവാ ഇവൻ യോഗ്യൻ എന്ന് ആർത്തുവിളിച്ചു. ഹൃദയം നിറഞ്ഞത് അവർ വാമൊഴിയായി പ്രസ്താവിച്ചു. ആദ്യം മദ്രാസ് ഭദ്രാസനത്തിന്റെ ചുമതല ആയിരുന്നെങ്കിലും പിന്നീട് കൽക്കത്ത ഭദ്രാസനത്തിന്റെ സാരഥിയായി കൽപ്പന ലഭിച്ചു. കൽക്കത്ത ഭദ്രാസനത്തെ അതിന്റെ ബാലാരിഷ്ടതകളിലൂടെ വളർത്തി പരിപാലിച്ചതിന്റെ ബഹുമതി ഈ സാരഥിക്കാണ്. സഭാപ്രവർത്തനങ്ങൾക്കൊപ്പം സാമൂഹിക പ്രവർത്തന മേഖലകളിലൂടെ ഈ ഭദ്രാസനത്തെ താരപദവിയിലേക്ക് ഉയർത്തിയതിന്റെ ബഹുമതിയും അദ്ദേഹത്തിന് തന്നെ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ബീഹാർ, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ആസാം തുടങ്ങി 7 സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമായി വളർന്നുവരുന്ന കൽക്കത്ത ഭദ്രാസനത്തിന് ഇന്ന് 4 കത്തീഡ്രലുകളും 29 ഇടവകകളും 14 കോൺഗ്രിഗേഷനുകളും 3 ആശ്രമങ്ങളും 23 സ്കൂളുകളുമുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ 1ാംകിട ആർട്സ് കോളേജായ യൂണിവേഴ്സിറ്റി റാങ്കുകളിൽ 100-ൽ 70% കരസ്ഥമാക്കുന്ന സെയിന്റ് തോമസ് കോളേജും പ്രൊഫഷണൽ രംഗത്തെ അതികായകനായി മാറിയ MPCC എഞ്ചിനീയറിംഗ് കോളേജും. എല്ലാറ്റിൻ്റെയും പ്രഭവ കേന്ദ്രമായ പ്രവാസികളുടെ ഇടയൻ ഡോക്ടർ സ്തേഫാനോസ് മാർ തേവോദോസിയോസ് മെത്രാപ്പോലിത്ത. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസോസ് തിരുമേനി സ്ഥാപിച്ച കോട്ടയത്തുള്ള പഴയ സെമിനാരിയുടെ വൈദിക പരിശീലന പദ്ധതിയും അതിൻ്റെ ആത്മീയ അന്തരീക്ഷവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. നിതാന്ത നിഷ്ഠയിലും മികവുറ്റ ശിക്ഷണത്തിലും സഭയിലെ വൈദികരെ വാർത്തെടുക്കുന്ന ഉരുക്കുമൂശ. നിലനിൽക്കുന്നു കൃപ ചെയ്യുക നാഥ.
മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന പ്രഖ്യാപിത പരിശുദ്ധൻ വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യൂസും സ്ഥാപകൻ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യൂസും ജോസഫ് മാർ ദിവന്യാസ്യൂസ് രണ്ടാമനും പണ്ഡിത ഗോപുരമായിരുന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസും ശാന്തമായി ഉറങ്ങുന്ന തീരം, മലങ്കരയുടെ പഠിത്ത വീട്, മീനച്ചലാറിന്റെ തീരങ്ങൾ ചുംബിക്കുന്ന വിശുദ്ധിയുടെ തീരം. ആ തരത്തിൽ തന്നെ ഭിലായ് മിഷന്റെ സന്തതിയായി ക്രൈസ്തവ സഭയ്ക്കൊരു മുതൽക്കൂട്ടായി മലങ്കരയ്ക്ക് ഒരു രണ്ടാം പഠിത്ത വീടുണ്ടായി, നാഗ്പൂരിലെ സെയിന്റ് തോമസ് ഓർത്തഡോക്സ് സെമിനാരി. സെൻറ് തോമസ് സെമിനാരി നാഗപ്പൂരിലുള്ളത് അഭിനന്ദിയ ഡോക്ടർ തെയോഡോഷ്യസ് തിരുമേനിയുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു. 50 വർഷമായി ബാഹ്യകേരളത്തിൽ പ്രവർത്തിക്കുന്ന തിരുമേനിയുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു കേരളത്തിന് പുറത്ത് മലങ്കര സഭയുടെ ഒരു ദൈവശാസ്ത്ര സെമിനാരി തുടങ്ങുക എന്നുള്ളത്. അദ്ദേഹം വളരെ ശക്തമായി ഇത് സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസിൽ സമർപ്പിക്കുകയും 1995 അനുകൂലമായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. അന്നാണ് ഈ സെമിനാരിയുടെ ആരംഭം. അന്ന് സെമിനാരിക്ക് വേണ്ട കെട്ടിടങ്ങളും ലൈബ്രറിയും എല്ലാം തിരുമേനിയുടെ അരമനയിൽ തന്നെ നൽകുകയായിരുന്നു. 95 ഭിലായിലാണ് വാസ്തവത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. 99 നാഗപ്പൂരേക്ക് ഈ സെമിനാരി ഷിഫ്റ്റ് ചെയ്തത്. 15 ഏക്കർ സ്ഥലം ഇവിടെ വാങ്ങി കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുകയും 99 ജൂലൈ മാസം നാഗപ്പൂരേക്ക് വരികയും കുറച്ചു കാലം നാഗപ്പൂർ പള്ളി കെട്ടിടത്തിൽ സെമിനാരി പ്രവർത്തിച്ചു. അതിനുശേഷം 99 നവംബറിലാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ കെട്ടിടത്തിലേക്ക് സെമിനാരിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ബാഹ്യ കേരളത്തിൽ സഭാ ശുശ്രൂഷയുടെ പുത്തൻ പാതകൾ തുറന്ന മാർ തേവോദ്യോസ്യോസ് അങ്ങനെ മലങ്കരയുടെ രണ്ടാം പുലിക്കോട്ടിൽ തിരുമേനിയായി അറിയപ്പെട്ടു. ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങൾക്കൊപ്പം പട്ടണങ്ങൾ കേന്ദ്രമാക്കി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. I love my country. And I am proud of it. Showers of blessings we need. Mercy drops from the sun falling. But for the showers we need. വൻ തുക തലവരി കൊടുത്ത് വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സാധാരണക്കാരായ വിജ്ഞാനദാഹികൾക്ക് മുന്നിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കൂറ്റൻ വാതിലുകൾ തുറക്കപ്പെട്ടു. ഒരു കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസം അന്യമായിരുന്ന നാട്ടിൽ വിജ്ഞാനത്തേൻ നുകരുന്ന പെൺപിറാവുകൾ, സ്ത്രീ ശാക്തീകരണത്തിന് മറ്റൊരിടവഴി. That we dedicate ourselves
for the service of our nation and for the entire mankind. ഭിലായ് മിഷന് എന്നെന്നും അഭിമാനിക്കാവുന്ന പ്രവർത്തനമാണ് ദുർഗ് ജില്ലാ ജയിലിൽ അരങ്ങേറുന്നത്. വിമോചൻ, ഇരുട്ടറയിലെ കുറ്റവാളി മനസ്സുകളെ സാങ്കേതികത്വത്തിന്റെ മികവിലേക്കുയർത്തുന്ന തൊഴിൽ പരിശീലന പരിപാടി. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, പത്തോളജി, തയ്യൽ തുടങ്ങിയ വിദ്യാഭ്യാസ പരിശീലന പദ്ധതികളിലൂടെ ഇതുവരെ 60 പേർ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ജയിൽ സന്ദർശന വേളയിൽ മുക്തഖണ്ഡം പ്രശംസിച്ച ഭിലായ് മിഷന്റെ കർമ്മവീഥി. തൊട്ടടുത്ത വർഷം 2005 ഫെബ്രുവരിയിൽ രാഷ്ട്രപതിയുടെ പോലീസ് അവാർഡ് ലഭിച്ച ജയിൽ സൂപ്രണ്ട് SK മിശ്ര के सौजन्य से जेल विमोचन प्रोजेक्ट के अंतर्गत विभिन्न बंदियों को इस जेल में इलेक्ट्रॉनिक्स, टीवी रिपेयरिंग, कंप्यूटर, मोटर बाइंडिंग और पैथोलॉजी का प्रशिक्षण बंदियों को दिया गया है। इसी तरह महिला बंदियों हेतु महिला प्रशिक्षणार्थी द्वारा सिलाई, कढ़ाई, बुनाई का प्रशिक्षण भी आपके सौजन्य से दिया गया है, जो एक सराहनीय कदम है। मैं आशा करता हूं कि इसी तरह से दीन दुखियों की आपकी संस्था कार्य करती रहेगी। उज्जवल भविष्य की कामना करता हूं। साथ में एक और निवेदन करता हूं 2 शब्दों के द्वारा। मुमकिन है सफ़र हो आसा, अब साथ भी चलकर देखें, कुछ तुम भी बदल कर देखो, कुछ हम भी बदल कर देखें। दोस्तों, जब तक हम अपने आप में बदलाव नहीं लाएंगे तो दूसरों को बदलने की सीख नहीं मिलेगी। धन्यवाद. ഗ്രാമങ്ങളിൽ വികസനത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന ഈ മനുഷ്യസ്നേഹി തികഞ്ഞ ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ്. അതിനുദാഹരണമാണ് ഭിലായ് അരമനയ്ക്ക് ചുറ്റുമുള്ള കൃഷിയിടങ്ങൾ. പച്ച പുതച്ചു നിൽക്കുന്ന ഈ ഭൂമിയിൽ കപ്പ, തക്കാളി, ചീര, കാബേജ്, വാഴ, ഗോതമ്പ്, മറ്റ് ധാന്യങ്ങൾ ഇവയൊക്കെ മനസ്സ് നിറഞ്ഞു വളരുന്നു. അരമനയുടെ മേൽവിലാസത്തിൽ ഇവിടെ മേലനങ്ങാതെ ഇരിക്കുന്നവർ ആരുമില്ല. ഭദ്രാസനാധിപൻ മുതൽ ഇങ്ങോട്ട് പണിക്കിറങ്ങാൻ തയ്യാറായി നിൽക്കുന്നു. അരമനയിലെ കപ്പയ്ക്ക് വിപണിയിലുള്ള പ്രിയം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ ഹരിത വിപ്ലവത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതുമില്ല. മനസ്സിലും മണ്ണിലും പൊന്നു വിളയിക്കുന്ന വിപ്ലവം. വചനത്തിന്റെ വിത്തുകളും വിയർപ്പിന്റെ മുത്തുകളും ഇവിടെ ഒപ്പത്തിനൊപ്പം. സ്വന്തം ബന്ധങ്ങളുടെയും രക്തബന്ധങ്ങളുടെയും ചങ്ങലകളിൽ നിന്നും സ്വതന്ത്രനായി മനുഷ്യൻ കയറിച്ചെല്ലാൻ മടിക്കുന്ന ഗ്രാമങ്ങളെ സ്നേഹിക്കുന്ന ഈ പിതാവിന് ഇനിയും ആഗ്രഹങ്ങളേറെ.
തനത് പ്രവർത്തന ശൈലിയിലൂടെ മുക്തകണ്ഠ പ്രശംസ സമ്പാദിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രോത്സാഹകരായി സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ളവർ ഏറെ. MP Christian Engineering College, Bhilai. From the time I landed, I could see, or rather smell, efficiency all around. And I am very confident that the organization which is running this engineering institute will be doing much more than what was expected from them when they established this institute about 8 years back. Their contribution to neighboring villages in uplifting their health and education programs will go a long way in improving the quality of life of the people around. And I hope and pray that this institute becomes one of the premier engineering colleges of our state. Thank you. ആധുനിക ഭാരത സഭയുടെ മിഷൻ ചൈതന്യമായ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപോലിത്തയ്ക്ക് ഈ രണ്ടാം പൗലോസിനെ പറ്റി മതിപ്പുകൾ മാത്രം. അദ്ദേഹത്തെ മിഷനറി ബിഷപ്പ് എന്ന് പറയുന്നതിന് യാതൊരു എക്സാജറേഷനുമില്ല. മലങ്കര സഭയുടെ ഔട്ട്സൈഡ് കേരള മിഷൻ്റെ ഏറ്റവും വലിയ വക്താവും പ്രവർത്തകനും ദൈവം അദ്ദേഹത്തെ ആക്കി എന്നുള്ളതാണ് പരമാർത്ഥം. അദ്ദേഹം മിഷനെക്കുറിച്ച് ഏറ്റവും അധികം നേതൃത്വം തന്ന ഒരു ബിഷപ്പ് എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഒരു പയനിയറാണ് അദ്ദേഹം. കാരണം ഈ സഭയ്ക്ക് ഒരു ഓൾ ഇന്ത്യ മിഷൻ ഉണ്ടായിരുന്ന കാലം അല്ല, കേരളം മതി എന്നുള്ള നിലയിലിരുന്ന ഒരു കാലമാണ്. ആഭ്യന്തര മിഷനും വളരെ ചുരുക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്രോസ് സാധനം 60 കൊല്ലം മുൻപേ തുടങ്ങിയ സീബാദ സമൂഹമല്ലാതെ കാര്യമായ ഒരു മിഷനും ഉണ്ടായിരുന്നില്ല. ഭാരതസഭയുടെ ആസ്ഥാനമായ ദേവലോകത്തിനും മുൻഗാമികളും ഗുരുക്കന്മാരുമായ പരിശുദ്ധ ബാവാമാരുടെ കബറിടങ്ങൾക്കും ഉന്നതങ്ങളിലെ വിശുദ്ധ വൃന്ദങ്ങൾക്കും ആശ്വാസം പകരുന്ന സുഗന്ധധൂപമാണ് അഭിവന്യ തിരുമേനിയുടെ ഈ പ്രവർത്തനപാത. ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ പാടില്ലാത്ത ആളുകൾ താമസിക്കുന്ന 150 ഗ്രാമങ്ങളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. ഈ മേഖലയിൽ വിദ്യാഭ്യാസപരമായും രോഗികൾക്കുള്ള ചികിത്സാപരമായും ആധ്യാത്മികപരമായും ഈ മനുഷ്യരോട് പെരുമാറുന്ന അദ്ദേഹം യേശുക്രിസ്തു പ്രവർത്തിച്ച ആ ശൈലിയിൽ തന്നെയാണ് ഏറെക്കുറെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകയാൽ അദ്ദേഹത്തെ ഒരു ദൈവസ്നേഹിയായും അതുവഴി ഒരു മനുഷ്യസ്നേഹിയുമായിട്ടാണ് ഞാൻ കാണുന്നത്. തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആയിരങ്ങൾക്കായി ബലി അനുഷ്ഠിക്കുമ്പോഴും ഈ പിതാവിൻ്റെ ഹൃദയത്തിൽ ഉത്തരഭാരതത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്നു. നൈഷ്ഠിക ജീവിതത്തിൻ്റെ ശക്തിവിശേഷങ്ങളിലൂടെ അദ്ദേഹം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ നിറവ് അനുഭവിച്ചറിയേണ്ടതാണ്. ഭാരതം വളരുകയാണ്.
പാത്താമുട്ടത്ത് നിന്നും മക്കോടയിലേക്ക് തിരിപകർന്ന നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ പ്രഭ ചുരിഞ്ഞ ഈ പിതാവിൻ്റെ യാത്ര അടുത്ത ഒരു പുതിയ ഗ്രാമത്തിലേക്കാണ്. ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് അഭയനികേതൻ നൽകിയ പ്രചോദനം. ഇവിടെ മക്കോടയിൽ സാധു സുന്ദർ സിംഗ് തപസ്സിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വടവൃക്ഷമുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ മിഷണറിമാർ എത്തിച്ചേർന്നിട്ടും പൂർത്തിയാക്കാനാകാതെ പോയ അധ്യായങ്ങൾ ഈ പ്രവർത്തകർ പുതിയ സാമൂഹ്യ ജീവിതത്തിന്റെ പാഠങ്ങളായി ഏറ്റുപാടുന്നു. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ പറയുകയുണ്ടായി, പരിസരം മറന്ന മതഭക്തി അപകടകരമാണ്. ഭാരതം ഏകദേശം അരനൂറ്റാണ്ടിൽ മേൽ സ്വാതന്ത്ര്യമായെങ്കിലും ഇന്നും ഭാരതത്തിൽ അനേകായിരം ഗ്രാമങ്ങൾ വിദ്യാലയങ്ങളോ അതുപോലുള്ള വൈദ്യസഹായമോ എത്തിക്കാൻ സാധിക്കാതെ ലക്ഷോപലക്ഷം ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഭാരതീയരായിട്ടുള്ള ഏവരുടെയും കടമ അങ്ങനെയുള്ള ആളുകളോട് കരുണ കാണിച്ച് അവരുടെ വിദ്യാഭ്യാസ രംഗത്തിലും ആതുര രംഗത്തും അവർക്ക് മഹനീയമായ സേവനം ചെയ്യുക എന്നുള്ളതാണ്. ഭാരത സംസ്കാരത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കുന്ന ചുരുക്കം ചിലകളിലൊരാളാണ് ഇന്നത്തെ ആരാധ്യപുരുഷനായ നമ്മുടെ സ്റ്റെഫാനോസ് മാർ തെയോഡോഷ്യസ് തിരുമേനി. ഇവിടെ പരിസരം മറക്കാത്തൊരു മതഭക്തൻ, കൽക്കത്ത ഭദ്രാസനത്തിന്റെ ഉദയസൂര്യൻ. ഈ പിതാവിന് ഇനിയും ദൂരമേറെ സഞ്ചരിക്കാനുണ്ട്. ഇന്ത്യയുടെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങളെ തട്ടിയുണർത്താൻ ഒരു ഉണർത്തുപാട്ടായി, സൂര്യോദയമായി. Jai